ശമ്പളം കിട്ടുന്ന എല്ലാവരുടെയും മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, എന്റെ PF പണം എപ്പോൾ എനിക്ക് ഉപയോഗിക്കാൻ സാധിക്കും? 100% PF എനിക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുമോ? ഒരു പ്രാവശ്യം മാത്രമാണോ എനിക്ക് PF പണം പിൻവലിക്കാൻ സാധിക്കുന്നത്, അതോ പല തവണകളായി എനിക്ക് പിൻവലിക്കാൻ സാധിക്കുമോ? ഇത്രയും വർഷങ്ങളായി PF വിഡ്രോവൽ എന്ന് പറയുന്നത് ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിന്റെ കൃത്യമായ റൂൾസ് മനസ്സിലാവില്ല. നമ്മൾ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും കിട്ടുന്നത് റിജക്ഷൻ ആയിരിക്കും. അതുമല്ലെങ്കിൽ ടെക്നിക്കൽ എറേഴ്സ് കാരണം നമ്മളുടെ ക്ലെയിം റിജക്റ്റ് ആവുകയും ചെയ്യുന്നു. ഇനി നമുക്ക് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ PF എങ്ങനെ നേടാം, വളരെ നേരത്തെ തന്നെ നമ്മളുടെ PF പണം പിൻവലിക്കാൻ സാധിക്കുമോ എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ വീഡിയോ മുഴുവനായി കാണുകയാണെങ്കിൽ. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ EPFO വിഡ്രോവൽ റൂൾ എന്തൊക്കെയാണ്, 100% PF പിൻവലിക്കാൻ സാധിക്കുമോ, PF എമൗണ്ട് എത്ര പ്രാവശ്യം നമുക്ക് പിൻവലിക്കാൻ സാധിക്കും, 25% PF എമൗണ്ട് എന്തിനാണ് ലോക്ക് ചെയ്തു വെച്ചിരിക്കുന്നത്, ജോലി നഷ്ടപ്പെടുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, ഇത്തരത്തിൽ PF വിഡ്രോ ചെയ്യുന്നത് പെൻഷനെ ബാധിക്കുമോ എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. മുൻപ് PF വിഡ്രോവൽ എന്ന് പറയുന്നത് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അതിന് കാരണം EPFOയിൽ 13 വ്യത്യസ്ത തരം EPFO വിഡ്രോവൽ റൂൾ ഉണ്ടായിരുന്നു. ഓരോ റൂളിനും ഓരോ സർവീസ് പീരീഡ് അല്ലെങ്കിൽ വേറെ എലിജിബിലിറ്റി ആയിരിക്കും, അതുമല്ലെങ്കിൽ വേറെ വിഡ്രോവൽ ലിമിറ്റ് ആയിരിക്കും. ചില കാര്യങ്ങൾക്ക് വേണ്ടി 2 വർഷം സർവീസ് വേണം, ചിലതിന് 5 വർഷം, ചിലതിന് 7 വർഷം വരെ വേണ്ടിവരും. ഇത്തരത്തിലുള്ള പല റൂൾസും ആളുകളെ വളരെയേറെ കൺഫ്യൂഷനിലാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ പല പല റൂൾസ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ചില മിസ്റ്റേക്സ് വരുന്നു, അല്ലെങ്കിൽ ടെക്നിക്കൽ ഇഷ്യൂസ് വരുന്നു. അങ്ങനെ നമ്മളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവുന്നു, അല്ലെങ്കിൽ ക്ലെയിമും നമുക്ക് ലഭിക്കാതെ പോകുന്നു. അതുമാത്രമല്ല, പലപ്പോഴും നമ്മൾ EPFOയിലെ ആ ഒരു PF എമൗണ്ട് വിഡ്രോ ചെയ്യാൻ നോക്കുമ്പോൾ നമ്മളുടെ എംപ്ലോയി കോൺട്രിബ്യൂഷൻ മാത്രമാണ് ലഭിച്ചിരുന്നത്, അതിൽ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഉൾപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തിലെ പല ആവശ്യഘട്ടങ്ങളിലും നമ്മളുടെ PF എമൗണ്ട് മുഴുവനായി നമുക്ക് വിഡ്രോ ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് പുതിയ EPFO റൂളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. ഞാൻ മുകളിൽ പറഞ്ഞ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനാണ് പുതിയ EPFO വിഡ്രോവൽ റൂൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ പാർഷ്യൽ വിഡ്രോവൽസും ഒറ്റ കോമൺ ഫ്രെയിമിലേക്ക് മെർജ് ചെയ്തിരിക്കുകയാണ്. ഇതിലെ ഏറ്റവും വലിയ മാറ്റം എന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, മുൻപ് PF എമൗണ്ട് വിഡ്രോ ചെയ്യണമെങ്കിൽ 2 മുതൽ 7 വർഷം വരെ സർവീസ് ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ ഇനി മുതൽ പുതിയ നിയമം അനുസരിച്ച് 12 മാസത്തെ സർവീസ് പീരീഡ് മതിയാകും. അതുമാത്രമല്ല, മുൻപ് നമുക്ക് എംപ്ലോയി കോൺട്രിബ്യൂഷൻ മാത്രമാണ് പിൻവലിക്കാൻ സാധിച്ചിരുന്നത്. ഇപ്പോൾ നമുക്ക് എംപ്ലോയി കോൺട്രിബ്യൂഷൻ, എംപ്ലോയർ കോൺട്രിബ്യൂഷൻ, അതുപോലെ തന്നെ നമ്മളുടെ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് പിൻവലിക്കാൻ സാധിക്കും. ഇതെല്ലാം കൂടി ചേർത്ത് മുഴുവൻ തുകയുടെ 75% വരെ നമുക്ക് പിൻവലിക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഒരു സംശയമായിരിക്കും, 100% PF എമൗണ്ട് എപ്പോഴാണ് പിൻവലിക്കാൻ സാധിക്കുന്നത്, അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ 12 മാസത്തെ സർവീസ് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ താഴെ പറയുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് 100% PF എമൗണ്ടും വിഡ്രോ ചെയ്യാൻ സാധിക്കും. ആദ്യത്തെ റീസൺ ആണ് മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടി. ആരോഗ്യപരമായ എന്തെങ്കിലും അസ്വസ്ഥതകൾ കാരണം നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെങ്കിൽ നിങ്ങളുടെ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ PF എമൗണ്ടിന്റെ 100% നിങ്ങൾക്ക് പിൻവലിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ഭാര്യയ്ക്കോ നിങ്ങളുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്കോ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് PF എമൗണ്ടിന്റെ 100% പിൻവലിക്കാൻ സാധിക്കും. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 3 പ്രാവശ്യം വരെ നിങ്ങളുടെ PF എമൗണ്ട് പിൻവലിക്കാൻ സാധിക്കും. രണ്ടാമത്തെ റീസൺ ആണ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി. നിങ്ങളുടെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയോ നിങ്ങൾക്ക് പണം ആവശ്യമുണ്ടെങ്കിൽ PF എമൗണ്ടിൽ നിന്ന് നിങ്ങളുടെ തുക വിഡ്രോ ചെയ്യാവുന്നതാണ്. മുഴുവൻ PF വിഡ്രോവൽ കാലയളവിൽ നിങ്ങൾക്ക് ഏകദേശം 10 തവണ വരെ ഈ ഒരു പണം പിൻവലിക്കാൻ സാധിക്കും. മൂന്നാമത്തെ റീസൺ ആണ് വിവാഹ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു തുക 100% വരെ പിൻവലിക്കാൻ സാധിക്കും. സ്വന്തം വിവാഹ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ വിവാഹ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ നിങ്ങളുടെ PF തുക മുഴുവനായി പിൻവലിക്കാൻ സാധിക്കും. ഒരു വർഷത്തിൽ 5 തവണയാണ് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ ഒരു തുക പിൻവലിക്കാൻ സാധിക്കുന്നത്. മറ്റൊരു റീസൺ ആണ് വീട് സംബന്ധമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ തുക പിൻവലിക്കാൻ സാധിക്കും. വീട് വാങ്ങാനോ അല്ലെങ്കിൽ വീട് നിർമ്മിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ ഹോം ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് അടയ്ക്കാൻ വേണ്ടിയോ, അതുമല്ലെങ്കിൽ നിങ്ങളുടെ വീട് റെനോവേഷൻ
നടത്താനാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ PF തുക പിൻവലിക്കാൻ സാധിക്കും. ഇത് 5 തവണ വരെയാണ് നമുക്ക് പിൻവലിക്കാൻ സാധിക്കുന്നത്. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് മറ്റേതെങ്കിലും സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത്തരത്തിൽ PF എമൗണ്ട് പിൻവലിക്കാൻ സാധിക്കും. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്. പ്രത്യേക കാരണങ്ങളൊന്നും തന്നെ പറയേണ്ടതില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ എമർജൻസി ഉണ്ടെങ്കിൽ വർഷത്തിൽ 2 തവണ നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങളുടെ പണം പിൻവലിക്കാൻ സാധിക്കും. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് EPFOയിലെ മുഴുവൻ തുകയിൽ നിന്ന് 25% PF ബാലൻസ് ലോക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് നോക്കാം. എല്ലാം ഇത്ര ഈസി ആക്കിയിട്ടും എന്തുകൊണ്ടാണ് ഈ ഒരു 25% തുക പിടിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ള സംശയം നിങ്ങൾക്കുള്ളിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടാകും. അതിന് വ്യക്തമായ ഒരു റീസൺ ഉണ്ട്. EPFO നടത്തിയ ഒരു പഠനത്തിൽ കണ്ടത് 50% ആളുകൾക്കും 20,000 രൂപയ്ക്ക് താഴെ മാത്രമാണ് PF ബാലൻസ് ഉള്ളത്. ഏകദേശം 75% ആളുകൾക്കും 50,000 രൂപയിൽ താഴെ മാത്രമാണ് PF ബാലൻസ് ഉള്ളത്. അതിന് കാരണം ഇത് തന്നെയാണ്. ഫ്രീക്വന്റ് ആയി നമ്മളുടെ തുകയെല്ലാം നമ്മൾ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അവസാന സമയത്ത് നമ്മളുടെ കയ്യിൽ ഒന്നും തന്നെ ബാക്കി ഉണ്ടാവുകയില്ല. അതുമാത്രമല്ല, നമുക്ക് ലോങ് ടേം ആയി സേവിങ്സ് ഒന്നും തന്നെ ഉണ്ടാകില്ല. മറ്റൊരു പ്രധാന പ്രശ്നമാണ് 8.25% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ബെനിഫിറ്റും നമുക്ക് നേടാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് EPFO തീരുമാനിച്ചത് 25% നമ്മുടെ ടോട്ടൽ എമൗണ്ടിന്റെ 25% ലോക്ക് ഇൻ ചെയ്ത് വെക്കാൻ. ഇത്തരത്തിൽ ഈ ഒരു 25% നമ്മൾ സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മളുടെ റിട്ടയർമെന്റ് കാലത്ത് ഇതൊരു സേവിംഗ് ആയി മാറുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു ചോദ്യമാണ്, ജോലി നഷ്ടപ്പെട്ടാൽ എന്താണ് ചെയ്യേണ്ടത്? അതിന് ഉത്തരവും നമുക്ക് എന്താണെന്ന് നോക്കാം. ഇൻ കേസ് നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടാലും പുതിയ നിയമത്തിലൂടെ നമുക്ക് ബെനിഫിറ്റ്സ് ആണ് നേടാൻ സാധിക്കുന്നത്. നമ്മളുടെ ടോട്ടൽ എമൗണ്ടിന്റെ 75% നമുക്ക് ഉടൻ തന്നെ പിൻവലിക്കാൻ സാധിക്കും. ബാക്കി 25% ഒരു വർഷത്തിന് ശേഷം നമുക്ക് പിൻവലിക്കാൻ സാധിക്കും. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ആ ഒരു 25% ഉൾപ്പെടെ 100% PF എമൗണ്ടും നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും. അത്തരത്തിൽ വിഡ്രോ ചെയ്യാൻ കുറെ കാരണങ്ങളുണ്ട്. ആ റീസൺസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ 55 വയസ്സിന് ശേഷം നിങ്ങളുടെ റിട്ടയർമെന്റ് കാലയളവിൽ നിങ്ങൾക്ക് 100% പിൻവലിക്കാൻ സാധിക്കും. അതുമല്ലെങ്കിൽ പെർമനന്റ് ഡിസബിലിറ്റി, നിങ്ങൾക്ക് എന്തെങ്കിലും പെർമനന്റ് ഡിസബിലിറ്റി സംഭവിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു 100% എമൗണ്ടും പിൻവലിക്കാൻ സാധിക്കും. അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഇന്ത്യ വിട്ട് മറ്റൊരു രാജ്യത്ത് കുടിയേറി പാർക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു 100% PF എമൗണ്ട് പിൻവലിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കേസസിലാണ് നമുക്ക് 100% എമൗണ്ട് പിൻവലിക്കാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന ടോപ്പിക് ആണ് പെൻഷനിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നത്. ഇല്ല എന്നതാണ് അതിന്റെ ഉത്തരം. ഈ ഒരു പുതിയ നിയമം ഒരിക്കലും EPS പെൻഷനെ ബാധിക്കുന്നില്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, 10 വർഷത്തിന് മുമ്പ് നിങ്ങൾ പെൻഷൻ എമൗണ്ട് പിൻവലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി പെൻഷൻ ലഭിക്കില്ല. 10 വർഷം EPS പെൻഷൻ പീരീഡ് പൂർത്തിയാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് റിട്ടയർമെന്റ് കാലത്ത് കൃത്യമായി മന്ത്ലി പെൻഷൻ നേടാൻ സാധിക്കുകയുള്ളൂ. പലരും ചെയ്യുന്ന ഒരു വലിയ തെറ്റാണ്, അവർ നേരത്തെ തന്നെ അവരുടെ പെൻഷൻ എമൗണ്ട് വിഡ്രോ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ആ ഒരു ഭാവിയിൽ നമുക്ക് ആ ഒരു റിട്ടയർമെന്റ് പെൻഷൻ ഒന്നും തന്നെ ലഭിക്കാതെ നമ്മൾ വളരെയേറെ ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അതൊന്ന് സേവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു 10 വർഷത്തിന് ശേഷം മന്ത്ലി ഇത്തരത്തിൽ പെൻഷൻ നേടാൻ സാധിക്കും. നമ്മൾ ഇത്തരത്തിൽ പെൻഷൻ എമൗണ്ട് വിഡ്രോ ചെയ്യാതെ സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ മറ്റു പല ബെനിഫിറ്റ്സും ലഭിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കോൺട്രിബ്യൂഷൻ നിൽക്കുമ്പോഴും 3 വർഷം വരെ നമ്മളുടെ ഫാമിലിക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നു. ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിൽ, നമുക്ക് മരണം സംഭവിക്കുകയാണെങ്കിൽ നമ്മളുടെ കുടുംബത്തിന് പെൻഷൻ ലഭിക്കുന്നു. നിങ്ങൾ ഇൻ കേസ് ഈ ഒരു പണം വിഡ്രോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ ലഭിക്കുകയില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് EPFOയിൽ വന്ന പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് നമുക്ക് PF എമൗണ്ട് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നത്, എപ്പോഴാണ് നമുക്ക് 100% എമൗണ്ടും വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നത്, അതുപോലെ തന്നെ പെൻഷനിൽ വന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. ആ ഡൗട്ട്സ് ഒക്കെ നമുക്ക് ക്ലിയർ ചെയ്യാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക് ഏതാണെന്നും നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് വീഡിയോസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോയും താഴെ കമന്റ് ബോക്സിൽ കണ്ട് എടുത്ത ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് വളരെ വ്യക്തമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. ബോസ്വാല, ബി ദ ബോസ്.